നല്ല ആവി പറക്കുന്ന കോഴിക്കോടൻ ബിരിയാണി. അതെ, നമ്മുടെ കോഴിക്കോടിൻ്റെ ദം ബിരിയാണി. എന്നാ വാ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങാൻ നേരം എൻ്റെ കൊളീഗ് എനിക്കായിട്ട് ഗിഫ്റ്റ് തന്നതാണ് ഈ ഒരു ബോഗൻവില്ല ഫ്ലവേഴ്സ്. എന്താ ഒരു കളറില്ലേ! ഈ ബോഗൻവില്ലയ്ക്കൊക്കെ ഇത്ര പവർ ഉണ്ടോ? ഇത് കിട്ടിയതിന് ശേഷം ഒരു ഹെവി റെയിൻ തന്നെയായിരുന്നു കേട്ടോ പെയ്തത്. നല്ല മഴ പെയ്തപ്പോൾ മനസ്സിലൊരു ചിന്ത, നല്ല കോഴിക്കോടൻ സ്റ്റൈലിൽ ദം ബിരിയാണി ഉണ്ടാക്കിയാലോ എന്ന്. ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിലും ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ അപ്പം അങ്ങ് ഉണ്ടാക്കി തിന്നോണം. അല്ലെങ്കിൽ മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ നാളെ ജീവിച്ചിരിപ്പില്ലെങ്കിലോ. അങ്ങനെയാണ് ഞാൻ വിചാരിക്കാറുള്ളത്. ചിക്കൻ ആദ്യം തന്നെ മസാല പുരട്ടി ഫ്രൈ ആക്കി വെച്ചു കേട്ടോ. ഉള്ളിയും തക്കാളി എല്ലാം വഴറ്റി മസാല എല്ലാം ചേർത്തതിന് ശേഷം തൈരും ആഡ് ചെയ്തിട്ട് ചിക്കനും അതിലേക്കിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ തൈരാണ് കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം തൈരുണ്ടാക്കൽ ഞാൻ ഭയങ്കര പ്രോയായിട്ടോ. ഉള്ളിതേ ഈ കാണുന്ന പോലെ നല്ല ബ്രൗൺ കളറിൽ മൂപ്പിച്ചെടുക്കണേ, അപ്പോഴേ ഇതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. പിന്നെ കുറച്ച് നേരം വേവിച്ച് മാറ്റി വെക്കണം. ഇതിൻ്റെ ഒപ്പം തന്നെ റൈസ് സ്പൈസസ് എല്ലാം ആഡ് ചെയ്തിട്ട് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനി പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. ഈ കാണുന്ന പോലെ ചിക്കൻ മസാലയുടെ മുകളിലേക്ക് നമ്മുടെ റൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഒരു 10 മിനിറ്റ് ദം ചെയ്തെടുക്കുക, അതും സിമ്മിൽ. അത് കഴിഞ്ഞ് തുറക്കുമ്പോൾ ഉണ്ടല്ലോ സാറേ, എന്തൊരു സ്മെല്ലാന്നറിയോ. എനിക്കിവിടെ മല്ലിച്ചപ്പ് കിട്ടാത്തത് കാരണം ഞാൻ അതിട്ടിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മല്ലിച്ചപ്പ് ഇല്ലെങ്കിൽ എന്ത് ബിരിയാണി. എന്നാലും ഉള്ളത് വെച്ച് തൃപ്തിപ്പെടണം എന്നല്ലേ. അങ്ങനെ ദമ്മ് പൊട്ടിച്ച് നന്നായി മിക്സ് ചെയ്തു. ഫൈനലി നമ്മുടെ കോഴിക്കോടൻ സ്പെഷ്യൽ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ടേ. നോക്ക് ഗൈസേ, റൈസ് എല്ലാം വിട്ട് വന്നിട്ടുണ്ടേ. അങ്ങനെ കുക്കിംഗ് ഒട്ടും അറിയില്ലെങ്കിലും ഞാൻ ഉണ്ടാക്കിയൊരു ദം ബിരിയാണി സംഭവം പാളിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിരിയാണി കഴിച്ചിട്ട് എങ്ങനെയെന്നുള്ള അഭിപ്രായം ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാട്ടോ.